ദൈവമെന്നാൽ അളവറ്റ ഊർജ്ജമാണ്, അനന്തമായ ഊർജ്ജമാണ്. ദൈവത്തിന് മിതവ്യത്തിലാകാൻ കഴിയില്ല, അവന്റെ പക്കൽ അത്രക്കുമധികമുണ്ട്, അതിനാൽ അവന് കളിക്കുവാൻ മാത്രമേ കഴിയൂ. ഈ കളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനൊരറ്റമില്ല, അതിനൊരറ്റമുണ്ടാകാൻ കഴിയില്ല, കാരണം അളവറ്റതായ ഊർജ്ജമവിടെയുണ്ട്. എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ല, ഊർജ്ജം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് എന്നതവിടെയില്ല, ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നത് ചോദിക്കാൻ കഴിയും. എന്നാൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുക മാത്രമാണെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുവാൻ കഴിയില്ല. നിങ്ങളും ഒരു കളിക്കാരനായിത്തീരുമ്പോൾ നിങ്ങൾ ദൈവീകതയിലേക്കെത്തിച്ചേരുന്നു. നിങ്ങൾ ഒരു പണിക്കാരനാണെങ്കിൽ നിങ്ങൾ മനുഷ്യനാണ്, എന്നാൽ നിങ്ങളൊരു കളിക്കാരനാണ് എങ്കിൽ നിങ്ങൾ ദൈവീകതയിലേക്കെത്തിച്ചേർന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളാ കളിയിൽ പങ്കുകൊള്ളും. അതുകൊണ്ടാണ് കൃഷ്ണന്റെ അവതാരത്തെ നാം ഒരു പൂർണ്ണ അവതാരമെന്നു പറയുന്നത്. രാമന്റെ അവതാരത്തെ നാം പൂർണ്ണ അവതാരമെന്നു വിളിക്കുന്നില്ല, രാമന്റേതിനെ നാം ഭാഗികമായ അവതാരമായി മാത്രമേ കരുതുന്നുള്ളൂ. ഭാഗികമായി മാത്രം ദൈവീകത ഭൂമിയിലേക്ക് വന്നുചേർന്നിരിക്കുകയാണ്. എന്നാൽ കൃഷ്ണന്റേതിനെ നാം പൂർണ്ണമായ അവതാരമായി കണക്കാക്കുന്നു. അതിന്റെ ഒരു വ്യത്യാസമിതാണ്, രാമന്റേത് ഗൗരവപ്രകൃതമാണ്.